ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ കോഡ്സ്. ഇന്ന് നമ്മൾ ഏത് ഡിസോർഡറിനെ കുറിച്ചാണ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവ്വസാധാരണമായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഡിപ്രഷൻ. ചെറിയൊരു വിഷമം വന്നാലും എനിക്ക് ഡിപ്രഷനാണെന്ന് തോന്നുന്നു, എനിക്ക് ഡിപ്രഷൻ അടിച്ചു എന്ന് എല്ലാവരും ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമായിട്ട് ഡിപ്രഷൻ മാറിയിട്ടുണ്ട്. ആക്ച്വലി ഡിപ്രഷൻ എന്താണ്, ഡിപ്രഷൻ തന്നെ എത്ര ടൈപ്സ് ഉണ്ടെന്നൊക്കെ എത്ര പേർക്ക് അറിയാം? ഇന്ന് നമ്മൾ കൂടുതലൊന്നും പഠിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നില്ല. ഡിപ്രഷൻ്റെ രണ്ട് ടൈപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റണം. ആ ഒരു രീതിയിലാണ് ഇന്ന് നമ്മൾ വീഡിയോ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിപ്രഷൻ്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. ആദ്യത്തെ സദാ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അടുത്ത സിംറ്റം വരുന്നത് ഓൾറെഡി നമുക്ക് ഒരിക്കൽ നമ്മൾ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങൾ, എൻജോയ് ചെയ്തിരുന്ന ആക്ടിവിറ്റീസ് ഇപ്പോൾ ഒട്ടും താല്പര്യമില്ലാത്തൊരു സ്റ്റേജ്. അടുത്തത് നമുക്കൊരു ഗിൽറ്റ് ഫീൽ ചെയ്യുക, വർത്ത്ലെസ്നെസ് ഫീൽ ചെയ്യുക, ഹോപ്പ്ലെസ്നെസ് ഫീൽ ചെയ്യുക, ഷെയിം ഫീൽ ചെയ്യുക, മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കുക എന്നൊക്കെയാണ്. ഫിസിക്കൽ സിംറ്റംസ് നോക്കുവാണെങ്കിൽ ഉറക്കം തന്നെ ആദ്യം പറയാം. ഒന്നുകിൽ ഒരുപാട് നേരം കിടന്ന് എക്സ്ട്രാ നേരം കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ ഒട്ടും ഉറക്കമില്ലാത്ത അവസ്ഥ. പിന്നെ നമ്മുടെ വിശപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒട്ടും വിശപ്പില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഫുഡ് വാരി വലിച്ച് കഴിച്ചുകൊണ്ടേയിരിക്കുക. അത് നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെക്ക് ചെയ്യുമ്പോഴും മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകിൽ വെയിറ്റ് വളരെ കുറയും, അല്ലെങ്കിൽ വെയിറ്റ് ഒരുപാട് കൂടുതലായിരിക്കും. പിന്നെ വരുന്നതാണ് എപ്പോഴും ക്ഷീണം, തളർച്ച, ലോ എനർജി ആയിട്ടിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഹെഡ് ഏക്ക്, ബോഡി പെയിൻ തുടങ്ങിയിട്ടുള്ള ഫിസിക്കൽ സിംറ്റംസും ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ട്. ബിഹേവിയറൽ സിംറ്റംസിലോട്ട് കിടക്കുകയാണെങ്കിൽ സോഷ്യലി വിത്ഡ്രോ ചെയ്യുന്നുണ്ടാവും, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവർ ഒഴിവാക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ മുമ്പെട്ട പോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവുക, ഡിസിഷൻ മേക്കിങ്ങിൽ ഡിഫിക്കൽട്ടീസ് വരിക. ഒന്നുകിൽ അവർ ലൈഫിൽ വളരെ സ്റ്റക്കായിട്ട് കാണപ്പെടും, അല്ലെങ്കിൽ വളരെ റെസ്റ്റ്ലെസ്നെസ് ആയിട്ട് നിൽക്കും. പുറത്തേന് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടായിരിക്കും, ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഒരു കാര്യത്തിലും ഒട്ടും മോട്ടിവേഷൻ ഉണ്ടായിരിക്കത്തില്ല. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഡിപ്രഷന്റെ സിംറ്റംസ് ആയിട്ട് കണ്ടുവരുന്നത്. ആദ്യത്തേത് പേഴ്സിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ. ഈ പേര് പറയുന്നത് പോലെ തന്നെ ഒരുപാട് കാലം പേഴ്സിസ്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഡിപ്രഷനാണ്. വർഷങ്ങളോളം നമ്മുടെ മൈൻഡ് ഒരു കാർമേഘം മൂടിക്കെട്ടിയ അവസ്ഥയായിരിക്കും. ഇതേ സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ അവർ ജോലിക്ക് പോകുന്നുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ടാവും, സാധാരണ പോലൊരു ജീവിതം നയിക്കുന്നുണ്ടാവും. പക്ഷെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ഡൾനെസ് കാണും. പക്ഷേ വർഷങ്ങളോളം ഇത് നിലനിൽക്കുന്നത് കൊണ്ട് അവരുടെ വിചാരം ഇതാണ് എൻ്റെ ഓൺ സെൽഫ്, ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നൊരു വിചാരത്തിലോട്ട് അവരെത്തും. പക്ഷെ അവർ തിരിച്ചറിയുന്നുണ്ടാവില്ല താനൊരു ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം. ഒരുപക്ഷെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡറുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. താനിങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സപ്പോർട്ട് എടുക്കുക. നിങ്ങൾക്ക് ലൈഫ് ലോങ് ഈ ഒരു മോടിക്കെട്ടിയ അവസ്ഥ, ഈ ഒരു ഡൾനെസ് ചുമക്കേണ്ട ആവശ്യമില്ല. അടുത്തൊരു ടൈപ്പാണ് എറ്റിപ്പിക്കൽ ഡിപ്രഷൻ. ഇത് നമ്മളെ വല്ലാണ്ട് കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഡിപ്രഷനാണ്. കാരണം നമ്മളിപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിന് പോകുമ്പോഴോ, അല്ലെങ്കിൽ പെട്ടെന്നൊരു സെലിബ്രേഷൻ, ഒരു ഇവൻറ്റ് വന്നു, ഒരു കല്യാണം, പാലുകാച്ച്, ഒരു ഗെറ്റ് ടുഗദർ, ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ മൂഡ് അത്യാവശ്യം ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. എന്നാൽ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് എത്തുമ്പോഴത്തേക്കും വീണ്ടും പഴയ പോലെ സാഡ്നെസ്സിലോട്ട് കിടക്കും. ശരിക്കും നമ്മൾ ഒരുപാട് നേരം ഉറങ്ങുകയും കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുകയും അതുപോലെ ബോഡിയൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന തുടങ്ങിയുള്ള ഡിപ്രഷൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതേപോലെ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങുമ്പോൾ മൂഡ് സ്ലൈറ്റ്ലി ഒന്ന് ഹയർ ആവും. എന്നാൽ എന്ന് കരുതി നിങ്ങൾ കൺസൾട്ട് ചെയ്യാതിരിക്കരുത്. കാരണം ഇത് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നതിലൂടെ ചില തെറാപ്പീസിലൂടെയും ചില മെഡിക്കേഷൻസിലൂടെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതിലൂടെയൊക്കെ നിങ്ങളുടെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ഇന്ന് നമ്മൾ ഡിപ്രഷൻ്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, അതിനോടൊപ്പം തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഡിപ്രഷൻ നമ്മൾ പ്രത്യേകിച്ച് വേർതിരിച്ചറിയാനായിട്ടും കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പരിചയമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മേ ബി അവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലത്തെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.